നന്നായിരുന്നു. പക്ഷെ കഥയുടെ അവസാനം ഇതുവരെ നമുക്ക് പിടികിട്ടിയിട്ടില്ല. ബ്രോ സുമതി മരിക്കൂല. പ്രേതം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിഷ്വൽ ബ്യൂട്ടി. പടത്തിന്റെ വിഷ്വൽ ബ്യൂട്ടിയും കളർ ടോണും ഒക്കെ ഭയങ്കര രസമുള്ളതാണ്. എല്ലാ ഫ്രെയിംസും ഭയങ്കര ബ്യൂട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കളർ ടോൺ ആയാലും നല്ല ബ്യൂട്ടിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ചിരിക്കാനും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ സുമതി വളവ് എന്ന പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ, ആ ഒരു കഥയെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്താണ് ഈ ഫിലിം കാണിച്ചിരിക്കുന്നത്. നമുക്ക് ബേസിക്കലി നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നൈസായിട്ട് എങ്ങനെയാണ് നമുക്കൊരു പടം, നോർമലി ഒരു പടം നമുക്ക് കണ്ട് ഒരു ചില്ലായിട്ട് കൂളായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു പടമാണ്. അല്ലാതെ നമുക്ക് ഒരു ഭയങ്കര ഹൊററായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പിക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ആർക്കായിരുന്നാലും വന്ന് നിന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് പോവാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം അഭിലാഷ് പിള്ളയുടെ റൈറ്റിംഗ് നൈസാണ്. അതുപോലെ ഡയറക്ഷൻ സൂപ്പർ, ഫ്രെയിംസ് ഭയങ്കര രസമുണ്ട്, ബ്യൂട്ടി ഫ്രെയിംസ് ആണ്. നമ്മളിപ്പോൾ ഒരു ഫ്രെയിം കാണുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ അത്രയും ബ്യൂട്ടിയിലാണ് ഫിലിം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. അവസാനം കൊണ്ടുവച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അവസാനം ഒരു ഭയങ്കരമായിട്ട് രീതിയിൽ ട്വിസ്റ്റ് ചെയ്താണ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ചത് എന്നൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു നമുക്ക് കൺവേ ആയി പോകും എന്നുള്ളതല്ലാതെ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഒരു വേറൊരു രീതിയിലാണ് പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത്, വേറൊരു ടൈപ്പിലാണ് പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്താണ് കഥയുടെ അവസാനം? കുഴപ്പമില്ല, നല്ല ഡയറക്ഷനാണ്. പിന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല ഒന്നുമില്ല. എന്നുവെച്ചാൽ സുമതി വളവ് ഇതുകൂടെ കോർഡിനേറ്റ് ചെയ്ത് ആ രീതിയിൽ ചിലപ്പോൾ പണ്ട് സംഭവിച്ചായിരിക്കാം. നല്ല സിനിമ, കണ്ടോണ്ടിരിക്കാൻ നല്ലൊരു പടമാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല സിനിമയാണ്.